ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, ഇന്ന് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മംഗളവാർത്താ തിരുനാളിന് എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും ആശംസകളും കേട്ടോ. ഇന്ന് വൈകുന്നേരത്തെ ഒരു കൊന്ത ചെല്ലിയാൽ പോരെ, ഒരുപാട് കൊന്ത. ഇന്നലെ പറയേണ്ടതായിരുന്നത് സാരമില്ല, ഇന്ന് ഒരു കൊന്തയും കൂടെ എക്സ്ട്രാ ചെല്ലിയിട്ട് കിടക്കാവുള്ളൂ കേട്ടോ. ഇന്ന് ഒരുപാട് കൊന്ത ജവമാലയൊക്കെ ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കണം. ആ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ആ മംഗളവാർത്തയുടെ ഭാഗങ്ങളൊക്കെ എടുത്തൊന്ന് വായിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഇച്ചിരി രാത്രി ആയാലും കുഴപ്പമില്ല, ചെയ്തിട്ട് കിടന്നാൽ മതി. ഞാനല്ലേ പറയുന്നത്, ഒരു നന്മയുണ്ടാവും. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കട്ടെ കേട്ടോ. പിന്നെ ഈ ഹോളി വീക്കിൽ നന്നായിട്ട് പ്രാർത്ഥിക്കാം. പിന്നെ പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ഏപ്രിൽ മാസത്തിൽ, അതായത് ഈസ്റ്ററിൻ്റെ പിറ്റേദിവസം 1-ാം തീയതിയും 2-ാം തീയതിയും ഒരു ദൈവവിളി ധ്യാനം, അതായത് വൈദികനാകാനോ സുസ്ഥനാകാനുള്ള ഒരു വിളിയുണ്ടോ എന്ന് വിവേചിച്ച് മനസ്സിലാക്കാനുള്ള ധ്യാനം. അത് നമ്മുടെ കുറവലങ്ങാട് PDM സെൻറ്ററിൽ വെച്ച് നടത്തുന്നുണ്ട്. കുരിനാട് ഭാഗത്ത് ആ സെൻറ്റർ നിങ്ങൾക്കറിയാം. പിന്നെ നെറ്റിൽ PDM കുറവലങ്ങാട് അടിച്ച് നിങ്ങൾക്കത് കിട്ടിക്കോളും. എൻ്റെ സഹോദരങ്ങളെ, അപ്പോൾ നിങ്ങളെ പ്രത്യേകം ക്ഷണിക്കുകയാണ് കേട്ടോ. യുവജനങ്ങളെ, കുട്ടികളെ, ഏത് ഏജിലുള്ളവരെയും പ്രത്യേകം ക്ഷണിക്കുകയാണ്. കല്യാണം കഴിഞ്ഞിട്ടില്ലാത്തവരായിരിക്കണമെന്ന് മാത്രം. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒന്ന് വിവേചിച്ച് മനസ്സിലാക്കാനൊരു കൃപ കിട്ടാൻ വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നിങ്ങളെ പരിചയമുള്ള, അങ്ങനെ ദൈവവിളിക്ക് അല്പമെങ്കിലും താല്പര്യമുള്ള പിള്ളേരുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു വിടുകയും ചെയ്യാം. അതിൻ്റെ ഒരു കാർഡ് ഞാനൊന്ന് ഇട്ടേക്കാം. നിങ്ങളെല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കണം. വർക്ക് ചെയ്യണം കേട്ടോ. എന്നിട്ട് അത് വിളിച്ച് ബുക്ക് ചെയ്യുകയും ചെയ്യണം. കാരണം താമസസൗകര്യം ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഏപ്രിൽ 1-ാം തീയതി ഉച്ചയ്ക്ക് തുടങ്ങി, തിങ്കളാഴ്ച ഉച്ചയ്ക്ക് തുടങ്ങി ചൊവ്വാഴ്ച ഉച്ചയാകുമ്പോൾ തീരുകയും ചെയ്യും. ഓൺലി 24 ഹവേഴ്സേ ഉള്ളൂ കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഇതൊരു സാക്ഷ്യം വായിക്കാം. പ്രിയപ്പെട്ട ബിനോയിച്ച, എൻ്റെ പേര് ജിബി. ഞാൻ അച്ഛൻ്റെ കുടുംബാംഗമാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നൊരു വലിയ അത്ഭുതം നമ്മുടെ കുടുംബാംഗങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ സാക്ഷി എഴുതി വയ്ക്കുന്നത് കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. നോക്കിയേ, നമ്മളെല്ലാ കുടുംബാംഗങ്ങളെ അറിയിക്കണ്ടേ. ദൈവം എല്ലാവർക്കും ചിന്ത വന്നു കേട്ടോ. അച്ഛൻ, എൻ്റെ ഹസ്ബൻഡ് മാൾട്ടയിൽ വർക്ക് ചെയ്ത് വരികയാണ്. അങ്ങനെയൊക്കെ അദ്ദേഹത്തിന് വലിയൊരു സാമ്പത്തിക കടബാധ്യതയാണ്. ഏകദേശം 80 ലക്ഷം രൂപ. അത് തീർക്കാൻ ഒരു മാർഗ്ഗവും ഞങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല. കൂടാതെ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 8 വർഷമായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയായിരുന്നില്ല. സാധിക്കുന്നില്ല. ഞാൻ മാൾട്ട വിസ ഒരുപാട് അപ്ലൈ ചെയ്തെങ്കിലും അതെല്ലാം റിജക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കുക അച്ഛൻ്റെ ടോക്ക് എൻ്റെ ഹസ്ബൻഡ് എനിക്ക് അയച്ചു തന്നു. 1349-ാമത്തെ എപ്പിസോഡ് അനുഗമിച്ചാൽ നടക്കും എന്ന വീഡിയോ ഞങ്ങൾ ഒരുമിച്ച് ഓൺലൈൻ വഴി അത് കണ്ട് പ്രയർ ചെയ്യാൻ തുടങ്ങി. പുലർച്ചെ 3 മണി സമയം എഴുന്നേറ്റ് വീഡിയോ കണ്ട് ആശീർവാദം സ്വീകരിക്കാൻ നോക്കിയേ. നിങ്ങൾ കേൾക്കുന്ന സഹോദരങ്ങളത്. അതിനുശേഷം വീണ്ടും മാൾട്ട വിസ അപ്ലൈ ചെയ്തു. അത്ഭുതമെന്ന് പറയട്ടെ, വിസ വന്നു. നോക്ക് അല്ലേ. അസാധ്യ കാര്യങ്ങളെ സാധ്യമാക്കുന്നതാണ് പ്രാർത്ഥന അല്ലേ. ദൈവത്തിൻ്റെ അനുഗ്രഹം. കോട്ട ചാടിക്കടന്നു. ഞാൻ മാൾട്ടയിൽ ഹസ്ബൻഡിൻ്റെ അടുക്കിലെത്തി. പക്ഷേ ഞങ്ങളുടെ കടബാധ്യത കുറഞ്ഞു വരുന്നുണ്ടായിരുന്നു. വിശ്വാസത്തോടെ ഓരോ ദിവസത്തോടും വീണ്ടും പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി. ഡെയിലി ടോക്ക് കണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി. ദൈവത്തിൻ്റെ വലിയ കൃപയ ഹസ്ബൻഡിന് പെട്ടെന്ന് തന്നെ ഒരു പൈസ പോലും ചിലവാക്കാതെ ന്യൂസിലൻഡ് വിസ ലഭിച്ചു. അവിടെ കരിയന്മാരെ എടുക്കുന്നത് കേട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇൻ്റർവ്യൂ പാസ്സായി. അദ്ദേഹം ഇപ്പോൾ ന്യൂസിലൻഡിലാണ്. കടങ്ങളിപ്പോൾ പകുതി കുറഞ്ഞു. സമാധാനമായി. ഞാനിപ്പോൾ തിരിച്ച് നാട്ടിലെത്തി. ദൈവത്തിന് അനുഗ്രഹത്തെ ഞാൻ പ്രഗ്നൻ്റുമായി. പിന്നെ ആ സമയത്ത് എനിക്ക് ഒരുപാട് പ്രഗ്നൻസി സമയത്ത് ഭയങ്കര ഭയം, പേടി, ആകുലത, മരിച്ചു പോകുന്നൊക്കെ ഒരു പ്രത്യേക അവസ്ഥയിലായി. പക്ഷേ അവിടെയും ദൈവത്തിൻ്റെ വലിയ കരുതലുണ്ടായിരുന്നു. അച്ഛൻ്റെ ടോക്കിലൂടെ അഭിഷേകാന്തി സിസ്റ്റേഴ്സ് നടത്തുന്ന സൂം മീറ്റിങ്ങിനെ പിന്നെ ഞാൻ അറിഞ്ഞു. നിങ്ങൾക്കറിയാവോ അത് അല്ല. എല്ലാ തിങ്കളാഴ്ചയും വൈകുന്നേരമാണ് ആ ശുശ്രൂഷ. 8 മണി ഇതെല്ലാം എൻ്റെ ഓർമ്മ. അപ്പോൾ ആ സൂം മീറ്റിങ്ങിൽ മിസ് മഹാനയം എന്ന് പറയുന്ന ശുശ്രൂഷയാണ്. അത് നിങ്ങൾ അഭിഷേകാന്തി സിസ്റ്റേഴ്സിൻ്റെ വെബ്സൈറ്റ് കയറി നോക്കി അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അല്ല, അഭിഷേകാന്തി സിസ്റ്റേഴ്സിൻ്റെ ആ നമ്പറിൽ ഫോൺ വിളിച്ചാൽ അത് കിട്ടും കേട്ടോ. അങ്ങനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന അമ്മമാർ അങ്ങനത്തെ ശുശ്രൂഷകളെ സംബന്ധിക്കുന്നത് വളരെ നല്ല. എന്തുമാത്രമല്ല, ഞാൻ ഖത്തറിലൊക്കെ ചെന്നപ്പോൾ ഒരുപാട് പേര് പറഞ്ഞത്. ഞാൻ സൂം മീറ്റിംഗ് കയറി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി എൻ്റെ അങ്ങനത്തെ അവസ്ഥ, വിഷമം, ഭയം എല്ലാം മാറി. കർത്താവ് ഒരു നല്ലൊരു കുഞ്ഞിനെ നൽകി ഡിസംബർ 19 അനുഗ്രഹിച്ചു എന്നൊക്കെ പറഞ്ഞ് സാക്ഷി എഴുതി അയച്ചിരിക്കുകയാണ്. പിന്നെ അഭിഷേകാന്തി കാണാനൊക്കെ കൊച്ചിന് ഭയങ്കര ഇഷ്ടമാണ്. ആ ചെറിയ ടോക്കും കൊച്ചിന് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് സാക്ഷി എഴുതി അയച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അതായത് ഞാൻ പറഞ്ഞില്ല, പ്രാർത്ഥന അസാധ്യ കാര്യങ്ങളെ സാധ്യമാക്കും, ദുർഘടമായതിനെ എളുപ്പമാക്കും. അപ്പോൾ പലർക്കും എല്ലാവർക്കും എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കണമെന്നുള്ളത് ഒരു കുഞ്ഞു പ്രാർത്ഥന. അങ്ങനെയല്ല, 3 മണിക്ക് എഴുന്നേറ്റ് അങ്ങ് പ്രാർത്ഥിക്കുകയല്ലേ ടോക്ക് കണ്ടിട്ട്. അപ്പോൾ അവരുടെ ആ ഒരു എന്താ പറയണത്, അങ്ങനെ നമ്മുടെ കൂടി ഒരു പരിശ്രമം വേണം. അല്ലാതെ എല്ലാം പോയി ഒരു ധ്യാനം കൂടി പ്രശ്നം തീർന്നു, അങ്ങനെയല്ലല്ലോ. ധ്യാനം കൂടുമ്പോൾ പ്രശ്നം തീരാൻ ശരിയാണ്, ടോക്ക് കേൾക്കുമ്പോൾ ദൈവം ഇടപെടും, ഒക്കെ ശരിയാണ്. പക്ഷേ നമ്മുടെ ഭാഗത്തു നിന്നൊരു പരിശ്രമം കൂടെ വേണ്ടേ, അതും കൂടെ നിങ്ങൾ ഓർക്കണം കേട്ടോ. അപ്പോൾ അത് അങ്ങനെയൊക്കെ നമ്മളങ്ങ് പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങാം. പ്രൈസ് ദി ലോർഡ്. പിന്നെ നമ്മളെ സഹോദരങ്ങളെ എന്തായാലും ഇങ്ങനത്തെ മേഖലകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയത്തിൻ്റെ തലക്കെട്ട് 1 കൊരിന്ത്യർ 10:12 വീഴാതെ സൂക്ഷിക്കണേ എന്നുള്ളതാണ് വചനം.
നമ്മൾ അല്ലേ പറയും മോനെ സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്ന പോലത്തെ തെന്നി വീഴരുത് മോനെ, അവിടെ ഇന്നേനെ അപകടങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പഠിക്കാൻ സ്ഥലത്ത് പോകുന്ന സ്ഥലത്തേക്കൊക്കെ പിള്ളേരെക്കുറിച്ചൊക്കെ പറഞ്ഞു വിടുന്നു വലിയ സ്ഥലത്തേക്ക് പോകുമ്പോൾ. ഇവിടെ വചനം ഇതാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. അതാണ് വചനം. അതിൻ്റെ ഒരു വചനം 1 കൊരിന്ത്യർ 10:12 കേട്ടോ, നല്ലൊരു ഭാഗമാണ്. ഇസ്രായേൽ ജനം മരുഭൂമിയിൽ വെച്ച് പല തിന്മകളിൽ പ്രവർത്തിച്ച് 1-ാം പ്രമാണം 6-ാം പ്രമാണമൊക്കെ ലംഘിച്ച്, അപ്പോൾ ഒരുപാട് പ്രത്യാഘാതം, ചിലർ ഒരേ പേര് പാമ്പിൻ്റെ കടിയേറ്റ് മരിച്ചു, അനേകം ഭൂമി പിളർന്ന് വിഴുങ്ങിക്കളഞ്ഞു, ഇതെല്ലാം സംഭവിച്ചു. എന്നിട്ട് പറയാം മനുഷ്യൻ സാധാരണമല്ലാത്തൊരു പ്രലോഭനം നമുക്ക് നേരിട്ടിട്ടില്ല, അതിൻ്റെ താഴെ കിടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞിരിക്കുന്നൊരു വചനമാണിത്. അതിനെങ്ങനെ ആകയാൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിക്കട്ടെ. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ അവർക്ക്, നമുക്ക് ഇങ്ങനത്തെ യാതൊരു വിഷയങ്ങളൊന്നും ഇല്ല എന്നൊക്കെ വിചാരിച്ചിടുന്നൊന്നും മൈൻഡ് ചെയ്യാതെ പോകരുത്. അതായത് നമ്മളിപ്പോൾ ഉദാഹരണം ഇനി കുറേ കാലമായിട്ട് വലിയ കുഴപ്പമില്ല എന്ന് വിചാരിച്ച് പോകരുത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എല്ലാത്തിനും നമ്മൾ ദൈവത്തെ ആശ്രയിച്ചും ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നിറഞ്ഞുമെന്നാണ് നമ്മൾ. അതാണ് പ്രലോഭനം ഉണ്ടാകുമ്പോൾ അതിജീവിക്കാൻ വേണ്ട കൃപ ഞാൻ നിങ്ങൾക്ക് തരുമെന്നുള്ളതാണ് അതിൻ്റെ താഴെ കിടക്കുന്ന വചനമെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, ദൈവത്തെ എപ്പോഴും ആശ്രയിച്ചുകൊണ്ടിരിക്കണം. അതല്ലേ വിശ്വാസം, ശരണവും. ഈ ശരണം വളരെ പ്രധാനപ്പെട്ടതാണ്, ആശ്രയം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ സഹോദരൻ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഞാൻ കുഴപ്പമൊന്നും, ഞാൻ ഇങ്ങനെയൊന്നും വീഴിയ, ഞാൻ അവരെ പോലെ ഇവരെ അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കരുത്. ദൈവമേ പൊടിയും ചാരവുമാണ്, എങ്ങനെ വീഴാതിരിക്കാൻ സഹായിക്കണേ കർത്താവേ. അല്ലെങ്കിൽ നമ്മളെ തന്നെ ആശ്രയിക്കുന്ന ഒരു പ്രകൃതി വരും. പത്രോസ്ലീഹായുടെ ഈ നോമ്പുകാലത്തൊക്കെയാണ് നമ്മൾ വായിക്കുന്ന ഭാഗങ്ങൾ. പത്രോസ് തന്നെ അങ്ങ് ആശ്രയിക്കും, വിശ്വസിക്കും. ദൈവത്തിൽ ആശ്രയിച്ചാൽ മതിയായിരുന്നു അല്ലേ? സാരമില്ല, കർത്താവ് ഇതുവരെ എത്തിച്ചില്ലേ, കർത്താവിൽ ആശ്രയിക്കുക, അദ്ദേഹം മുന്നോട്ട് നയിക്കണം. നമുക്ക് സ്തുതിക്കാം. ഈശോയെ ഞങ്ങളെങ്ങനെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവേ ഈ വചനങ്ങൾ ഓർത്ത് നന്ദി പറയുന്നു, സാക്ഷ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു. അനേകം കുടുംബങ്ങൾക്ക് എൻ്റെ കർത്താവ് വെളുപ്പിനെയൊക്കെ എഴുന്നേറ്റ് ഇതുപോലെ പ്രാർത്ഥിക്കാൻ കൃപ കൊടുത്തല്ലോ. പ്രാർത്ഥന വഴി തടസ്സങ്ങളെല്ലാം മാറുമെന്നുള്ള വിശ്വാസം ഞങ്ങൾക്ക് തരുന്നല്ലോ കർത്താവ്. ഞങ്ങളെല്ലാം വിശ്വാസം വർദ്ധിക്കുന്നതിന് നന്ദി പറയുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ നിങ്ങളുടെ കുടുംബങ്ങളെ ഇപ്പോൾ ആശീർവദിക്കുന്നു. കർത്താവിൻ്റെ കൃപയുടെ വചനത്തിൽ ഈശോ എന്ന നാമത്തിനും നിങ്ങളെ പ്രത്യേകം പ്രതിഷ്ഠിക്കുന്നു. പരിശുദ്ധ അമ്മയ്ക്ക് യൗസേപ്പ് പിതാവിനെ നിങ്ങളെ പ്രത്യേകം ഏൽപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, പ്രത്യേകിച്ച് ഈ വചനം കേൾക്കുമ്പോൾ കർത്താവ് ഈ വചനം തിരച്ച് ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് വരെ ഓരോരുത്തരെ അഭിഷേകം ചെയ്യണമേ. ഏപ്രിൽ 1-2 ദൈവവിളി ധ്യാനത്തിന് അനേകം കുട്ടികൾക്ക് യുവജനങ്ങൾക്ക് ഇടവരട്ടെ, തടസ്സങ്ങൾ മാറട്ടെ. കർത്താവ് ദൈവമേ, പ്രത്യേകിച്ച് ദൈവമേ ഇതേപോലെ തന്നെ ലക്ഷങ്ങൾ കടബാധ്യത, അതേപോലെ തന്നെ ഒരുമിച്ച് താമസിക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെയൊക്കെയുള്ള ഒരുപാട് വിസ കിട്ടുന്നില്ല, ഇങ്ങനെയൊക്കെ സങ്കടപ്പെടുന്ന വ്യക്തികൾക്ക് ഈ ആശീർവാദത്തിൻ്റെ സമയത്ത് ദൈവമേ ഒരു പ്രത്യേക പ്രാർത്ഥനകൾ ആരംഭിക്കാനൊരു ഞാൻ ഇവർക്ക് കൊടുക്കണം കർത്താവേ. ആ പ്രാർത്ഥന വഴി ഇവരെ സങ്കീർത്തനം 18:29 അനുഗ്രഹം പ്രാപിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.